ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അനാമികയെ പിടിച്ച് തള്ളുന്ന ഉടനെ നയന താഴെ പോവും. അന്നേരം നയനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നന്ദു നേരെ അനാമികയുടെ നേരെ ചെല്ലുന്നുണ്ട്. നന്ദുവിൻ്റെ നോട്ടം കാണുന്നതിന് അനാമിക ചോദിക്കും, എന്താണ് നീ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്, നിനക്ക് എന്നെ തല്ലണമെന്നുണ്ടോന്ന്. അത് ചോദിക്കുന്നതും അനാമികയുടെ ചെവിക്കലിനിട്ട് ഒറ്റയടിയാണ് നന്ദു. അന്നേരം നന്ദുവിൻ്റെ അടി കെട്ടി അനാമിക താഴെ വീഴും. താഴെ വീണിട്ടും നന്ദു വെറുതെ വിടത്തില്ല, എടുത്തിട്ട് ചവിട്ടുകയും ഇടിക്കുകയും എല്ലാം ചെയ്യും. ആദ്യം ഇവരെല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അനാമികയെ ജാനകിയും ജലജലാണ് ചെന്ന് പൂക്കും. എന്നിട്ട് ജാനകി ചോദിക്കും, നീ എന്താടി എൻ്റെ കുഞ്ഞിനെ ചെയ്തത്, എന്തിനാ എൻ്റെ കുഞ്ഞിനെ തല്ലിയെന്ന്. അവളുടെ വായിൽ നിന്ന് വന്ന വർത്തമാനം കേട്ടിട്ടാ അവളുടെ സ്വഭാവത്തിന് ഇതല്ല ചെയ്യേണ്ടത്, ഇതിൽ കൂടുതൽ ചെയ്യും, മര്യാദയ്ക്ക് ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയും. അന്നേരത്തേന് ജാനകി പറയും, ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലടി, ഇത് ഞാൻ ശരിയാക്കി തരാം നിന്നെയൊക്കെ, നീയൊക്കെ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയും. അന്നേരത്തേന് നന്ദു പറയും, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ ഇനിയും മേടിക്കും, അവൾ മാത്രമല്ല കൂടെ വന്നാൽ നിങ്ങളും മേടിക്കുമെന്ന് പറയും. അന്നേരത്തേന് ജലജ പറയുന്നുണ്ട്, എൻ്റെ ജാനകി വാ പോയൊക്കെ ഇവൾ ബ്ലാക്ക് ബെൽറ്റും കരാട്ടയൊക്കെയാണ്, അതുകൊണ്ട് ചിലപ്പം ഇവൾ പറഞ്ഞ പോലൊക്കെ ചെയ്യും. പിന്നെ നിനക്ക് നാണമില്ലടി ഇങ്ങനെയൊക്കെ പറയാൻ, ഇത് ആദർശെടുത്ത് തന്ന വീടല്ലേ എന്ന്. ആരെടുത്ത് തന്ന വീടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ, പോകാൻ പറയും എല്ലാവരോടും ഇറങ്ങി. അന്നേരത്തേന് ജാനകി വന്ന് അനിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ മോളെ, ഇവൾ ഇത്രയും തല്ലിയിട്ട് നീ ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന്. അത് പിന്നെ നയനേടത്തേക്ക് വയ്യാതിരിക്കുമ്പോഴത്തേന് നയനേടത്തിയെ പിടിച്ച് തെള്ളിയാൽ പിന്നെ അവൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അതിനെന്നെ ഇവളൊക്കെ ഇതുമാത്രം വയ്യാഴിക, ഇവളാണോ ഏടത്തേക്ക് കരൾ കൊടുത്തതെന്ന് ചോദിക്കും. ഉടനെ അനാമിക പറയുന്നുണ്ട്, പിന്നെ ഇവൾ കരൾ കൊടുക്കുക, ഇവൾ ഒരു തുള്ളി രക്തം പോലും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുക. അനാമികയ്ക്ക് കിട്ടിയത് പോരെന്ന് തോന്നുന്നു. അതുപോലത്തെ വർത്തമാനങ്ങൾ പിന്നെ അനാമികയുടെ വായിൽ നിന്ന് വരും. അന്നേരത്തേന് നന്ദുവിന് അങ്ങ് ദേഷ്യം കൂടിക്കൂടി വരുന്നുണ്ട്. അന്നേരം നയനെ പിടിച്ച് വലിക്കുന്നുണ്ട് നന്ദുവിനെ ഇനി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അനിയോട് പറയും, മോനെ നീയും പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ട, ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അവിടെ ആരോടും പറയില്ല കേട്ടോ എന്നൊക്കെ പറയും. അന്നേരത്തേന് അനി പിന്നെ അവസാനം അങ്ങ് പോകുന്നുണ്ട്. അനി പോയ ഉടനെ നന്ദു നയനെ പിടിച്ച് കസേരയിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ചേച്ചി എങ്ങനെയുണ്ട്, നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ. അപ്പം നയനെ പറയും, വേണ്ട മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാലും മോളെ നീ എന്താ ഇത്ര വയലൻ്റ് ആകുന്നെന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ വയലൻ്റ് ആകാതിരിക്കും, ഇങ്ങനെ വയ്യാതിരിക്കുന്ന ചേച്ചിയെ പിടിച്ച് അവൾ തള്ളിയാൽ പിന്നെ ഞാൻ അവളെ തല്ലുക മാത്രമല്ല കൊല്ലുകയും കൂടെ ചെയ്യുമെന്ന് പറയും. അത് തന്നെയല്ല, ചേച്ചിക്ക് വയ്യെങ്കിൽ പോലും ചേച്ചിയെ പിടിച്ച് തള്ളിയാൽ ഞാൻ നോക്കി നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും മോളെ അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, ഇനി ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇനി എന്തായാലും അനിയോട് പറയണം, ഇങ്ങോട്ട് വരികയോ നിങ്ങൾ തമ്മിൽ കാണുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നന്ദുവിൻ്റെ മുഖത്തൊരു ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നന്ദു പറയും പറയാമെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് അനാമികയും ജാനകിയും ജലജയും എല്ലാം കൂടെ ചെന്ന് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ദേവയാനിയുടെ മുമ്പിൽ പറയുന്നതാണ്. ദേവയാനിയുടെ മുമ്പിൽ പറയുമ്പോഴത്തേന് അനാമിക അങ്ങ് കരയുന്നുണ്ട്. എനിക്ക് വയ്യ വല്യമ്മേ, ഞാനിങ്ങനെ തല്ലും കൊണ്ട് വിഷമിച്ചൊക്കെ എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഞാൻ പോരുന്ന വഴിക്ക് വീട്ടിലേക്ക് വിളിച്ച് പറയാൻ തുടങ്ങിയതാ, അമ്മയാണത് സമ്മതിക്കാഞ്ഞത്, എനിക്കെൻ്റെ അമ്മയെ കാണണം, എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അന്നേരത്തേന് ദേവയാനി പറയുന്നുണ്ട്, മോളിങ്ങനെ എല്ലാ നിസ്സാര കാര്യത്തിനുമൊക്കെ പോകരുത്, വീട്ടിൽ പോയി നിൽക്കരുത് എന്നൊക്കെ പറയും. അന്നേരത്തേന് ജാനകി അങ്ങ് പറയും, മോള് വീട്ടിൽ ഇത് വിളിച്ച് പറയുമൊന്നും വേണ്ട, വലിയ പ്രശ്നമൊന്നും ആക്കണ്ട, മോളെ അവൻ സ്നേഹിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദേവയാനിയും പറയും, എന്തൊക്കെയായാലും നിങ്ങൾ എങ്ങനെയുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകണം മോളെ, അവനെ സ്നേഹിച്ച് നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് കയറി വരുന്നത്. ദേ വരുന്നുണ്ടെന്ന് ജലജ പറയും. അന്നേരത്തേന് അനി അങ്ങോട്ട് വരുന്ന ഉടനെ ദേവയാനി ചോദിക്കും, എന്താ മോനെ ഇങ്ങനെയൊക്കെ, നീ എന്തിനാ അവളെ നന്ദു തല്ലുന്ന കണ്ടിട്ടും ഒന്നും പറയാതിരുന്നെന്നൊക്കെ ചോദിക്കും. അത് ഇവളുടെ കയ്യിലിരിപ്പ് കാരണമാണ്, ഇവിടെ ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അവർ പറയുന്ന പോലെ അല്ലല്ലോ, നീ അങ്ങനെ നോക്കി നിൽക്കാൻ പാടുണ്ടായിരുന്നോ, നിൻ്റെ ഭാര്യയല്ലേ അവൾ തല്ലിയെന്ന് ചോദിക്കും. നീ എന്തിനാ പിന്നെ എപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോകുന്നത്, അവിടെ അമ്മയും അച്ഛനും അവിടെ ഇല്ലാത്ത സമയത്ത് നീ അങ്ങോട്ട് പോയത് നന്ദുവിനെ കാണാൻ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നന്ദുവിനെ കാണാൻ പോയതല്ല, ഏട്ടത്തിയെ കാണാൻ പോയതെന്ന് പറയും. ഇതിന് മാത്രം അവളെ കാണാൻ എന്നെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അന്നേരം ജലജയെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പിരികേറ്റി കൊടുക്കുന്നൊക്കെയുണ്ട്. അന്നേരത്തേന് ദേവയാനി പറയും, ഇനി നീ അങ്ങോട്ട് പോകരുത്, വല്യമ്മയോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നീ ഇനി അങ്ങോട്ട് പോവുകയോ നന്ദുവിനെ കാണുകയോ ചെയ്യരുതെന്ന് പറയും. അപ്പം ജലജ പറയുന്നുണ്ട്, ആദർശ് അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ ആദർശിൻ്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് വെക്കാം, ഇവൻ പിന്നെ എന്നാ കാണിക്കാൻ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്, ഇവൻ്റെ ഭാര്യ ഇവിടെ അല്ലേ ഇരിക്കുന്നൊക്കെ ചോദിക്കും. അന്നേരം
അന്നേരം ആദർശിനെയും മുത്തച്ഛനെയൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അത് കാരണം ഞാൻ ഇനി ഇവരൊക്കെ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അനി. എന്നാലും ദേവയാനി പറയും, ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം മോനെ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവൻ ദേഷ്യപ്പെട്ട് നാനി അങ്ങ് കയറിപ്പോവും. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, കണ്ടോ അത് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ്റെ പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറയും. ജലജ അപ്പം മനസ്സിലോർക്കുന്നുണ്ട്, ഇവക്ക് 2 എണ്ണം കിട്ടണമെന്ന് ഞാൻ മനസ്സിലോർത്തായിരുന്നു, എന്തായാലും അത് കിട്ടി, നല്ല അടിയായിരുന്നു എന്ന് ഓർത്ത് ചിരിക്കുന്നുണ്ട്. അനി അന്നേരം തന്നെ ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, ഏട്ടൻ എത്രയും പെട്ടെന്ന് ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലണമെന്ന്. എന്ത് പറ്റിയടാ എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഏട്ടത്തി ഒന്ന് വീണു, ഏട്ടത്തിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഏട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറയും. അനി അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനാമിക താഴേന്ന് കയറി വരുന്നത്. ആഹാ, ഏട്ടത്തി വീണതിന് സ്വന്തം ഭർത്താവിനേക്കാൾ വിഷമം നിനക്കാണല്ലോ എന്ന് പറയും. അതെ, എനിക്ക് എൻ്റെ ഏട്ടത്തി കഴിഞ്ഞിട്ടേ ഉള്ള എല്ലാവരും ഒന്ന് അനാമികയോട് അനി പറയും. എൻ്റെ ഏട്ടത്തിയുടെ നന്മ അറിഞ്ഞവരാ ഞാനും ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും വല്യച്ഛനും അച്ഛനും എല്ലാം. അതുകൊണ്ട് ഏട്ടത്തിയെ മറന്നുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ആർക്കുമില്ലെന്ന് പറയും. ഇതെന്താ നിങ്ങളെല്ലാം കൂടി അവളെ ഇങ്ങനെ പൊക്കി പറയുന്നത്? പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് അവളാണെന്ന്. അതൊക്കെ പറയുമ്പോഴത്തേന് അനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. നിൻ്റെ കാമുകി എന്നെ തല്ലിയപ്പോൾ നിനക്ക് അങ്ങ് സുഖിച്ചല്ലേ എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോഴത്തേന് അനി പറയാം, അതെ എനിക്ക് ശരിക്കും സുഖിച്ചു, നിനക്ക് 2 തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, അത് അവൾ തന്നു, അവൾ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നേരം, നീ നയനടത്തിയെ തെള്ളിയിട്ട് തല്ലേടി എന്നൊക്കെ ചോദിച്ച് അനാമികയോട് അനിയും വഴക്കുണ്ടാക്കുന്നുണ്ട്. ഈ വഴക്ക് കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. എടാ നിനക്ക് എന്നിട്ടും മതിയായില്ലേ, നീ എന്തിനാ എപ്പോഴും അവിടെ പോകുന്നത്, അവളെ കാണാനായിട്ടല്ലേടാ നീ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ ഏട്ടത്തിയെ കാണാനാണ് പോകുന്നത്, എനിക്ക് എൻ്റെ ഏട്ടത്തിയെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും. അതല്ല, നീ എൻ്റെ മോളെ വിഷമിപ്പിക്കാനായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് ഞാൻ ഇനി സമ്മതിച്ചു തരത്തില്ലെന്നൊക്കെ പറയും. ഞാൻ തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാറില്ല, ഞാൻ ആദർശേട്ടനെയും മുത്തശ്ശനെയും വലിയച്ഛനെയൊക്കെ കണ്ട് വളർന്നതാന്ന് പറയും. നേരത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ അനാമിക മോള് വരുന്നതിന് മുമ്പ് നയന ഇങ്ങോട്ട് വന്നില്ലേ, നയന വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തെ എല്ലാവരുടെ സ്വഭാവം മാറിപ്പോയെന്ന് പറയും. ഉടനെ അനി പറയുന്നുണ്ട്, ഓ ഇവള് വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട് സ്വർഗരാജ്യമായല്ലോ എന്ന് പറയും. എന്താടാ കുഴപ്പം, എൻ്റെ മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ കുഴപ്പം, നീയല്ലേ അവളെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഈ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നയനയാണ്, അതുകൊണ്ട് അവൾ മുടിഞ്ഞു പോകത്തേ ഉള്ളെന്ന് പറഞ്ഞ് ജാനകി നയനെ അങ്ങ് പ്രാകുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. ആദർശ് കാറിൽ നിന്ന് ഇറങ്ങി ഓടിയാണ് വരുന്നത്. അന്നേരം വാതുക്കൻ നന്ദു ഇന്നിപ്പുണ്ട്. മോളെ എന്താ പറ്റിയേ, നയനയ്ക്ക് എന്താ പറ്റിയേ, അവൾ എന്ത് ചെയ്യേ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്. അത് ചേച്ചി ഒന്ന് വീണ് ആദർശേട്ടാ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. എന്തായാലും ആശുപത്രി കൊണ്ടുപോകാം, അവൾ എന്ത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വീണു എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട് ആദർശ്. ആ ടെൻഷൻ കാണുമ്പോഴത്തേനും നന്ദു പറയും, ആദർശേട്ടൻ ഇപ്പം നല്ല ടെൻഷനിലാണ്, അതുകൊണ്ട് അകത്തേക്ക് ചെന്ന് ചേച്ചിയെ കാണ്, അത് കഴിഞ്ഞിട്ട് കാര്യം പറയാമെന്ന് പറയും. അന്നേരത്തേന് ആദർശ് പെട്ടെന്ന് തന്നെ നയനെ കാണാൻ അകത്തേക്ക് പോകും. അപ്പോൾ നയനെ കിടക്കുകയായിരുന്നു. ആദർശിനെ കാണുന്ന ഉടനെ എഴുന്നേക്കാൻ തുടങ്ങുന്നു. അപ്പോഴത്തേന് ആദർശ് പതുക്കെ നയനെ ചാരി ഇരുത്തുന്നുണ്ട്. എന്താ പറ്റിയേ, നിനക്ക് എങ്ങനെയാ പറ്റിയേ, വേദനയുണ്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അന്നേരം നയനെ പറയും, അത് സാരമില്ല ആദർശേട്ടാ, എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, പിന്നെ അനിയോട് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറയണമെന്ന്. ഞാനതൊന്നും അല്ലല്ലോ ചോദിച്ചത്, അനിയുടെ കാര്യമല്ലല്ലോ, നിനക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്നാ ചോദിച്ചെന്ന് പറയും. അപ്പോഴത്തേന് നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നന്ദു പറയും, ആദർശേട്ടാ ചേച്ചി വീഴാൻ കാരണം അനാമികയാണെന്ന് പറയുന്നുണ്ട്. അവളെങ്ങനെയാ ഇതിന് കാരണമായ, അവളെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ അനി ഇങ്ങോട്ട് വരരുതെന്ന്, അതുകൊണ്ട് അവൾ പുറകെ വന്നെന്ന് പറയും. അനി വന്നതിൻ്റെ പുറകെ അനാമികയും അഫിയുടെ അമ്മയും അനിയുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ കൂടി വന്നപ്പോഴത്തേന് അനി ഇവിടെ നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കര വഴക്കായി. അനാമിക ചേച്ചിയെ വീട്ടുകാരെ എല്ലാം ഓരോന്നൊക്കെ പറഞ്ഞു. അന്നേരം ചേച്ചി തിരിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ചേച്ചിയെ അവൾ തള്ളിയിട്ടു. അവളെ തള്ളിയിട്ടത് കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിച്ചില്ല, ഞാൻ അവളെ എടുത്തിട്ട് അടിച്ചിട്ടാ വിട്ടെന്ന് പറയും. ഉടനെ അതിനെന്നാ ഒരു കുഴപ്പമില്ല, അവൾക്ക് 2 തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചേനം എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അപ്പം നയന പറയും, ആദർശേട്ടാ ഇതൊന്നും ഒരു പ്രശ്നമാക്കി എടുക്കണ്ട, എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേന് പറയും, പോരാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. ആദർശേട്ടാ ചേച്ചി നടുവിടിച്ചാ വീണത്, അതുകൊണ്ട് ചേച്ചിക്ക് നല്ല വേദനയുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോവുക തന്നെ ചെയ്യണമെന്ന് നന്ദു പറയുന്നുണ്ട്. ഇല്ല ഞാൻ നടുവൊന്നും ഇടിച്ചല്ല വീണത്, കൈ കുത്തിയ വീണേ, അന്നേരത്തെ ആ ഒരു വേദനയുള്ളായിരുന്നു, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പോരാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഡോക്ടർ പറഞ്ഞല്ലേ വീഴുവൊന്നും ചെയ്യരുതെന്ന് പറയും. അതല്ല അങ്ങനെയുള്ള വേദനകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് പോകണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്.
എന്തായാലും ആദർശേട്ടൻ അനിയോട് പറയണം ഇനി ഇങ്ങോട്ട് വരികയോ നന്ദുവിനെ കാണുകയോ ഒന്നും ചെയ്യരുത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയും. ഞാൻ എന്തായാലും അവനോട് പറഞ്ഞു നോക്കാം. അവൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അവൻ നന്ദുവിനെ കാണാനൊന്നും അല്ലല്ലോ വരുന്നത്, അവൻ്റെ ഏട്ടത്തിയെ കാണാൻ വരുന്നതല്ലേ. അവൻ എന്നേക്കാൾ ജീവനാണ് നിന്നെ, എന്നേക്കാൾ മുമ്പേ നിന്നെ അറിഞ്ഞവനാണ് അനി. അതുകൊണ്ട് ആ സ്നേഹത്തിന് പുറത്ത് അവൻ വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശിന് ശരിക്കും അനാമികയോടും അവരുടെ വീട്ടുകാരോടും എല്ലാവരോടും ദേഷ്യം വരുന്നൊക്കെയുണ്ട്. എന്നിട്ട് അനിയോട് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അങ്ങ് ആദർശ് പോകും. ആദർശ് പോകുന്ന ഉടനെ നയന നന്ദുവിനോട് ചോദിക്കുന്നതാണ്, നീ എന്തിനാ ആദർശേട്ടനോട് ഇതെല്ലാം പറയാൻ പോയെന്ന്? ചേച്ചി ഇങ്ങനെ പറയാതെ ഓരോന്നും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ തന്നെ പറയണം എന്ന് പറഞ്ഞ് നന്ദു അങ്ങറിയും. അനാമികയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അനാമിക കരച്ചിലോട് തന്നെ കരച്ചിലാണ്. ജാനകി അങ്ങ് ആശ്വസിപ്പിക്കലും. അപ്പം എരുതിയിൽ എണ്ണ ഒഴിക്കാനെന്നുള്ള പരുവത്തിൽ ജലജ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും എൻ്റെ മോളെ ഇങ്ങനെയൊക്കെ തല്ലിയല്ലോ, മോളുടെ ഒരു അവസ്ഥയെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കലും ഇടയ്ക്ക് തിരികൊളുത്തലൊക്കെ ആയിട്ട് ജലജയെ കൂടെ നിൽപ്പുണ്ട്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നതേ കലിപ്പില കയറി വരുന്നെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഉടനെ ജാനകി പറയുന്നുണ്ട്, എന്തോ അറിഞ്ഞ മട്ടിലാണല്ലോ വന്ന ഉടനെ ആദർശ് അനാമികയോട് ചോദിക്കും, എൻ്റെ ഭാര്യയെ തള്ളിയിടാൻ നീ ആരാന്ന്? അതിന് അവൾ അനിയെ വിളിച്ച് അങ്ങോട്ട് നന്ദുവിന് വേണ്ടി സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയും. അനി ഇനി അവിടെ പോവും, അതിനെന്താണെന്ന് ചോദിക്കും. അവൾ അവിടെ അവൻ്റെ ചേട്ടത്തിയെ കാണാനായിട്ട് പോകുന്നതാണ്, അവനോടുള്ള സ്നേഹം അവക്കും ഉണ്ട്, അതുകൊണ്ടാണ് പോകുന്നതെന്ന് പറയും. ഇനി മേലിൽ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും മേടിക്കുമെന്ന് പറയും. നന്ദുവിൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് ദേഷ്യം വരും. അതുകൊണ്ട് അനാമിക പറയും, നിങ്ങൾക്ക് കുറച്ചുകൂടി സംസ്കാരം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. സംസ്കാരമുള്ളൊരു അമ്മയുടെ വയറ്റിലല്ലേ നിങ്ങൾ പിറന്നത്, അതിൻ്റെ സംസ്കാരം നിങ്ങൾ കാണിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംസ്കാരമില്ലാത്തൊരു ഭാര്യ നിങ്ങളുടെ കൂടെ കൂടിയേ പിന്നെ നിങ്ങൾക്ക് ഒരു സംസ്കാരവും ഇല്ല എന്നൊക്കെ പറയും. ഉടനെ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്വഭാവം നിൻ്റെ വീട്ടിൽ നിന്ന് നീ പഠിച്ച സംസ്കാരമാണ്, അതിവിടെ ഇറക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയും. എൻ്റെ ഭാര്യയെ അളക്കാൻ നീ ആയിട്ടില്ല, അവൾ എന്താണെന്നും ഏതാണെന്നും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്കും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നീയായിട്ട് നീ അത് മാറ്റി മറിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിന്ന്. ആ ഒച്ച കേട്ടുകൊണ്ടാണ് ദേവയാനിയും മുത്തശ്ശനും ഒക്കെ അങ്ങോട്ട് വരുന്നത്. എന്താ മോനെ, എന്താ സംഭവിച്ചെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശനൊന്നും ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. എന്താണെന്ന് ചോദിക്കും. അനി കുറച്ച് മരുന്നുമായിട്ട് നയനെ കാണാൻ പോയിരുന്നു. ഇവൾ അതിൻ്റെ പുറകെ അനി എവിടെ പോകുന്നതെന്ന് തിരക്കാനായിട്ട് പോയി. ആ കൂട്ടത്തിൽ ചെറിയമ്മയും അപ്പച്ചിയും ഉണ്ടായിരുന്നു. ഇവർ ചെല്ലുമ്പോൾ അനി നയനയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന കണ്ടു. എന്നിട്ട് നന്ദുവിനെ കാണാൻ ചെന്ന് പറഞ്ഞ് ഇവൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് നയനെ പിടിച്ച് തള്ളി. നയന വീണെന്ന് പറയും. നയന വീണെന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിയും ശരിക്കും ഞെട്ടുന്നുണ്ട്. നയനെ എൻ്റെ മോൾ തള്ളിയിട്ടെന്ന് മാത്രമേ എല്ലാവരും പറയുന്നുള്ളല്ലോ. ആ നന്ദു എന്ന് പറയുന്നവൾ എൻ്റെ മോളെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. അതൊന്നും ആരും കാണുന്നില്ല, എൻ്റെ മോളുടെ മുഖം ഒന്ന് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവരാരും അതൊന്നും മൈൻഡൊന്നേ ഇല്ല. അന്നേരം മുത്തശ്ശിക്ക് എന്നാലും നയന വീണല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നയന വീണോ, മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശനും അങ്ങ് ശരിക്കും അനാമികയോട് ദേഷ്യം വരുന്നുമുണ്ട്. അവരുടെ ടെൻഷൻ കാണുമ്പോഴത്തേന് ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും ഇങ്ങനെ അവൾക്ക് വേണ്ടി വാദിക്കുന്നത്, അവളാണോ ഏട്ടത്തിക്ക് കരൾ കൊടുത്തതെന്ന്. അത് കേൾക്കുമ്പോഴത്തേനും മുത്തശ്ശനും ആദർശും മുത്തശ്ശിയൊക്കെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട്. ദേവയാനി ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.